ഞാൻ പക്ഷേ ഈ സാധനം നേരിട്ട് കണ്ടു. അപ്പുറത്ത് ദൂരോട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ടിപ്പർ ഇറക്കിയിട്ടിരിക്കുകയാണ്. അവർ ലോഡ് ചെയ്യുന്ന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ നാട്ടിലെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലബാർ, മറ്റ് ഏരിയ, നോർത്ത് കേരളയിലേക്ക് ഈ പടം നന്നായി റീച്ച് ആയിട്ടുണ്ട്. തിയേറ്ററിന്റെ എണ്ണം റിലീസ് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് മറ്റു പടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് തിയേറ്റർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പാണ് തിയേറ്ററിന്റെ എണ്ണം ഇവിടെയും കൂടും, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. പിന്നെ സൗണ്ടിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റ്മോസ്ഫിയറാണ് മിക്സ് ചെയ്തേക്കുന്നത്. നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ബിപിൻ ദേവ്, റസൂൽ സാറിന്റെ ഒക്കെ മിക്സിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ബിപിൻ ദേവ് ആണ് ഈ പടം മിക്സ് ചെയ്തേക്കുന്നത്. ഞാൻ റസൂൽ സാറിന്റെ അസോസിയേറ്റ് ആണ്, അസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ സൗണ്ടിൽ ആണെങ്കിൽ പോലും എല്ലാ കാര്യവും വളരെ കൃത്യമായി എന്തൊക്കെ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരേണ്ട രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ